ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇവിടെ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ടൈമിലാണ് വീടിനടുത്തായിട്ടൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്ന് ഇവിടെ ടിക്കറ്റ് പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 20 റുപ്പീസാണ്. ഇവിടുന്ന് ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 30 റുപ്പീസാണ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരു അഡൾട്ടിന് 100 റുപ്പീസാണ് ബോട്ടിങ്ങിന് വരുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിലേക്കുള്ള എൻട്രി ഫീസൊക്കെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബോട്ടിങ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ആൻഡ് കുട്ടികളൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾ ബോട്ടിങ്ങിലേക്ക് പോകാത്തത്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറി. ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ കരുതി ഒന്നിലും അങ്ങനെ കയറാനൊന്നും പറ്റില്ല എന്ന്. ബട്ട് ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നു, ഇച്ചിരി വലിയ ആൾക്കാർക്കൊക്കെ വേണ്ടി. അങ്ങനെ നമ്മൾ ഇച്ചിരി നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ശരിക്കും ബോത്തായി. കാരണം ഇവരുടെ കൂടെ വന്ന 3 പേരും കുട്ടികളാണ്. അവർ 3 പേരും ഈ റൈഡ്സിലെല്ലാം കയറി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോന്നിലും കയറുമ്പോൾ നമുക്ക് ഇത്ര ലിമിറ്റൊന്നുമില്ല, ഇത്രയല്ലേ കയറാൻ പറ്റത്തുള്ളൂ എന്ന്. നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് എത്ര വേണേലും ഇരിക്കാം. ആൻഡ് പാർക്കിൻ്റെ ടൈം വന്നിട്ട് 8 മണി വരെ ഉള്ളായിരുന്നു. എന്നിട്ട് ഇവിടെ അക്വേറിയംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഓസ്കാർ എന്ന് പറഞ്ഞ മീനൊക്കെ ഈ അക്വേറിയത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പക്ഷെ ഞാൻ അതിനെ ഷൂട്ട് ചെയ്തില്ല. ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഓപ്പൺ ജിം വന്നിട്ട് ഇതാണ്. ആൻഡ് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ പറ്റും. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബോട്ടിങ്ങിന് പോയവരൊക്കെ ഭയങ്കര വിഷമിച്ചാണ് തിരിച്ചു വന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് ജിമ്മിൽ എല്ലാവരും കാര്യമായി, ഒരു കുഞ്ഞുങ്ങൾ പോലും ജിമ്മിലില്ലായിരുന്നു. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഈ ഒരു ഇറങ്ങിയിട്ടാണ് നമ്മൾ പാർക്കിലേക്ക് വരുന്നത്. അത് കയറുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് വന്നത് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ്. ബട്ട് തിരിച്ചു പോയപ്പം ഭയങ്കര ഇരുട്ടായി. രാത്രിയിൽ നടന്നാണ് പോയത് ബസ് സ്റ്റോപ്പ് വരെ. പിന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നേരെ ചാരുമൂട്ടിൽ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നടന്നിട്ടാണ് നമ്മൾ കടയിലേക്ക് പോയത്. ഇവർ രണ്ട് കസിൻസാണ്. ആൻഡ് ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങി. പിന്നെ സ്റ്റേഷനറി ഐറ്റംസും കുറേയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. റൈസേഴ്സൊക്കെ നമ്മൾ പിന്നെ വാങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോയി ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോയിലാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ആൻഡ് ഒരു 9:30 കഴിഞ്ഞ് 10 മണിയൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. ഞാൻ കൂടുതലും വാങ്ങിയത് സ്റ്റേഷനറി ഐറ്റംസ് ആണ്, സ്കൂളിലേക്കൊക്കെ വേണ്ട. ആൻഡ് ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ബോട്ടിൽസാണ്.
ആൻഡ് ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് വ്ളോഗ്. സോ ഇതിനകത്ത് കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നറിയാം. ഇതൊരു വ്ളോഗായിട്ട് തന്നെ പറയാൻ പറ്റുമോയെന്നും അറിയില്ല. സോ ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ.